നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. കുതിച്ചു പായാൻ റിയാദ് മെട്രോ സർവീസ് ഡിസംബർ 1 മുതൽ. സൗദിയുടെ വികസന ട്രാക്കിൽ വൻ കുതിപ്പാകുമെന്ന് കരുതുന്ന റിയാദ് മെട്രോ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്തു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമ ഉപയോഗം വിലക്കി ഓസ്ട്രേലിയ. നിയമം ലംഘിച്ചാൽ 50 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ പിഴ. UAE ദേശീയ ദിന അവധി. 4 ദിവസം ദുബായിലെ പൊതുബീച്ചിൽ കുടുംബങ്ങൾക്ക് മാത്രം പ്രവേശനം. 4 ദിവസത്തെ ദേശീയ ദിന വാരാന്ത്യത്തിൽ ദുബായിലെ 4 പൊതു ബീച്ചുകൾ കുടുംബങ്ങൾക്ക് മാത്രമായി പ്രവേശനം നൽകും. നവംബർ 30 മുതൽ ഡിസംബർ 3 വരെ ജുമേറ ബീച്ച് 2, ജുമേറ 3, ഉമ്മു സുഖീം 1, സുഖീം 2 എന്നീ ബീച്ചുകളാണ് കുടുംബങ്ങൾക്ക് മാത്രമായി സംവരണം ചെയ്തത്. HR വിഭാഗം ഇനി മുതൽ ഹ്യൂമൻ ഹാപ്പിനെസ് സെന്റർ പുനർനാമകരണവുമായി മലയാളി കമ്പനി. ജീവനക്കാരുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന മാതൃകാപരമായ നീക്കവുമായി മലയാളി ഉടമസ്ഥതയിലുള്ള UAEയിലെ ബ്രോനെറ്റ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ വിജയവും ദേശീയ പുരോഗതിയും നേടിയെടുക്കുന്നതിൽ സന്തോഷത്തിന് പങ്കുണ്ടെന്ന് ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുകയാണെന്ന് ബ്രോനെറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KP സഹീർ സ്റ്റോറീസ് പറഞ്ഞു. ഗ്രീൻ സിഗ്നൽ. UAEയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഇനി അമേരിക്കയിലും വാഹനം ഓടിക്കാം. പുതിയ കരാർ പ്രകാരം UAEയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഇനി അമേരിക്കയിലെ ടെക്സയിലും വാഹനം ഓടിക്കാം. ഇതിന് പരീക്ഷയോ റോഡ് ടെസ്റ്റോ ആവശ്യമുണ്ടായിരിക്കില്ല. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അമിത നിരക്ക്. ഏജന്റുമാർക്കെതിരെ മുന്നറിയിപ്പുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. UAEയിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ അമിത നിരക്ക് ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ. വോക്ക് ഇൻ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സേവനം ഇനി ഗ്രാൻഡ് സൂക്കിൽ. 7 ഭാഷകളിൽ കുറ്റകൃത്യം, സാമൂഹിക അധിഷ്ഠിത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വോക്ക് ഇൻ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ബർ ദുബായ് ഏരിയയിലെ ഗ്രാൻഡ് സൂക്കിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ 13 ദിവസത്തിനു ശേഷം സ്കൂളുകൾ തുറന്നു. പുലർച്ചെ 5 മുതൽ വൈകിട്ട് 4 വരെ കർഫ്യൂവിൽ ഇളവ്. മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിലെ ജില്ലകളിലും ജിരിബാം ജില്ലയിലും വെള്ളിയാഴ്ച സ്കൂളുകൾ തുറന്നു. സംഘർഷത്തെ തുടർന്ന് അടഞ്ഞുകിടന്ന സ്കൂളുകൾ 13 ദിവസങ്ങൾക്ക് ശേഷമാണ് തുറന്നത്. കൊടകര കുഴൽപ്പണക്കേസ് തുടരന്വേഷണത്തിന് കോടതി അനുമതി. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ അമിയ കുമാർ ബാഗ്ചി അന്തരിച്ചു. ആഹ്ലാദം എന്ന സിനിമയുടെ പോസ്റ്റർ പ്രകാശനവും ട്രെയിലർ റിലീസും ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ച് നടന്നു. ഹോളി ഡ്രീംസ് പ്രൊഡക്ഷന്റെ ബാനറിൽ ജിജീഷ് ഗോപി കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചു. വൈബ് ക്രിയേഷൻ മീഡിയയുടെ ബാനറിൽ കലേഷ് കരുണാകർ ഛായാഗ്രഹണം ചെയ്ത ആഹ്ലാദം എന്ന സിനിമയുടെ പോസ്റ്റർ പ്രകാശനവും ട്രെയിലർ റിലീസും ഷാർജ എക്സ്പോ സെന്ററിൽ വേനൽ വിസ്മയം എന്ന വെഞ്ഞാറമൂട് സ്വദേശികളുടെ ചടങ്ങിൽ പ്രശസ്ത നടൻ സുരാജ് വെഞ്ഞാറമൂട്, നോബി മാർക്കോസ്, മിമിക്രി താരം അഖിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പൂർണ്ണമായും പ്രവാസികൾ തന്നെ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അടുത്ത മാസം പ്രശസ്ത OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇന്തോനേഷ്യയിൽ വെള്ളപ്പൊക്കം, 27 മരണം. ഇനി സ്പോർട്സ് ന്യൂസ്. ക്രിക്കറ്റ് മത്സരത്തിനിടെ ബാറ്റർ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണു മരിച്ചു. പൂനെയിലെ ഗാർവാറെ സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ഹാരി ബ്രൂക്കിന്റെ സെഞ്ചുറി കരുത്തിൽ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ 2ാം ദിനം മുൻതൂക്കം നേടി. വീണ്ടും തോറ്റ് ബ്ലാസ്റ്റേഴ്സ്. FC ഗോവയ്ക്ക് തുടർച്ചയായ 3ാം ജയം. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു. ലോക 2ാം നമ്പർ ടെന്നീസ് താരത്തിന് 1 മാസത്തെ വിലക്ക്. പെനാൽറ്റി പാഴാക്കി എംബാവെ. കളിമറന്ന് റയൽ. 5-ൽ 5 വിജയിച്ച് ലിവർപൂൾ. മുഷാഖ് അലി ക്രിക്കറ്റ്. രോഹൻ അർദ്ധ സെഞ്ചുറി. സഞ്ജുവില്ലാതെ ഇറങ്ങിയിട്ടും കേരളത്തിന് കൂറ്റൻ ജയം.
ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuman.